السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنار الأكوان بالعروة الوثقى، والصلاة والسلام على أفضل من هدانا إلى السبيل المنتقى، وعلى آله وصحبه الذين قاموا على أساس التقى، وعلى الأئمة الذين شيدوا الدين الأبقى بأحاديث الأبقى. أما بعد، اللهم ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وأدبا كاملا، ربي تمم بالخير والسعادة. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولمن أطعمنا وسقانا ولأصحاب الحقوق علينا ولمن ساعدونا ومعاهدنا، وارحمنا وإياهم برحمتك يا أرحم الراحمين. العروة الوثقى ആദർശ ഹദീസ് പഠന ക്ലാസ്സിലെ തവസ്സുൽ എന്ന അധ്യായത്തിൽ 4-ാമത്തെ ഹദീസാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പരിശുദ്ധ റമദാൻ ഷരീഫിൽ നമ്മൾ ചെയ്യുന്ന ഈ സുഹൃതം അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നരകത്തിൽ നിന്ന് വിമോചിതരാകുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. തവസ്സുൽ എന്ന അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തും മരണശേഷവും വഫാത്തിന് ശേഷവും തവസ്സുൽ ചെയ്ത ഹദീസുകൾ കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ പറയുകയുണ്ടായി. ജീവിതകാലത്തുണ്ടായ ഒരു ഹദീസ് ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉറുവത്തുൽ വുസ്തയുടെ 20 ഗ്രൂപ്പുകൾ ഇപ്പോഴുണ്ട്. ആ 20 ഗ്രൂപ്പുകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നു. ഇതൊക്കെ ജീവിതകാലത്തല്ലേ, വഫാത്തിന് ശേഷമുള്ളത് ഉണ്ടായിട്ടില്ലല്ലോ. ചോദ്യങ്ങൾ ഏറിയ ഭാഗവും ഈ വിഷയത്തെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. കാരണം കഴിഞ്ഞ ക്ലാസ് അതേക്കുറിച്ചായിരുന്നു. വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗ ശേഷമുണ്ടായ തവസ്സുലിനെ കുറിച്ചാണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി ആ ഹദീസിൽ ഉള്ളത് കൊണ്ട് ചോദ്യോത്തരത്തിന് സമയം പ്രത്യേകമായി കണ്ടിട്ടില്ല. പിന്നെ അതല്ലാത്ത 1-2 ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. ഇന്നത്തെ ഹദീസിലും ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും മുൻഗാമികളായ വഫാത്തായ അമ്പിയാക്കളെ കൊണ്ടും തവസ്സുൽ ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഇന്ന് പറയുന്നത്. നാം ഹദീസിലേക്ക് പ്രവേശിക്കാം. 4-ാമത്തെ ഹദീസാണ്. ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്നു. അഖ്റജ ത്വബറാനി അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു أنه قال لما ماتت فاطمة بنت أسد بن هاشم أم علي بن أبي طالب رضي الله عنه دخل عليها رسول الله صلى الله عليه وسلم. ദീർഘമായ ഹദീസാണ്, അതുകൊണ്ട് അർത്ഥം വെച്ചുകൊണ്ട് പോകാം. ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മാ മാതത് ഫാത്തിമത്തു ബിൻതു അസദ് ബിൻ ഹാഷിം ഉമ്മി അലി ഇബ്നു അബി ത്വാലിബ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ വഫാത്തായപ്പോൾ, മരണപ്പെട്ടപ്പോൾ, ആരാണ് ഫാത്തിമ ബിൻതു അസദ് എന്നവർ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന്
റസൂലുള്ളാഹിയെ സ്വന്തം മാതാവിനെ പോലെ പോറ്റി വളർത്തിയ മഹദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയാണെന്ന് ചുരുക്കി പറയാം. അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി തങ്ങളുടെ വല്ലിപ്പയായ തങ്ങളുടെ പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബ് ബാപ്പ റസൂലുള്ളാഹിയെ മാതാവ് ഗർഭം ധരിച്ചപ്പോൾ തന്നെ പ്രസവിച്ച് വഫാത്തായിട്ടുണ്ട് പ്രസവിക്കുന്നതിന് മുമ്പ് എന്ന് നമുക്കറിയാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചത് പിതാമഹനായ അബ്ദുൽ മുത്തലിബായിരുന്നു. ആ അബ്ദുൽ മുത്തലിബിന്റെ വിയോഗ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സംരക്ഷണവും നൽകിയിരുന്നത് അബൂ ത്വാലിബായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. ഈ അബൂ ത്വാലിബിന്റെ ഭാര്യയാണ് ഫാത്തിമത്തു ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ആ ഫാത്തിമ ബീവി, അതായത് പോറ്റുമ്മയായ ഫാത്തിമ ബീവി, ഇത് റസൂലുള്ളാഹിയുടെ മകളായ ഫാത്തിമ ബീവി അല്ല, കൺഫ്യൂഷൻ ആവുന്നത്. ഇത് ഫാത്തിമത്തു ബിൻതു അസദാണ്. അസദിന്റെ മകളായ ഫാത്തിമ ബീവിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്ത മഹദിയാണ്. ആരംഭ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ഏറെ കടപ്പാടുണ്ടെന്ന് റസൂൽ പ്രഖ്യാപിച്ചിട്ടുള്ള മഹദിയാണ്. അങ്ങനെ ആ ഫാത്തിമത്തു ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. ആ സന്ദർഭത്തിൽ ദഖല അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് ഫജലസ ഇൻദ റഅസിഹാ, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ അരികിൽ, തലയുടെ അരികിൽ, അവരുടെ ജനാസക്കരികിൽ ആ തലയുടെ ഭാഗത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് വേദനിക്കുന്ന മനസ്സോടെ അവിടുന്ന് പറയുകയാണ്, ഫഖാല റഹിമകില്ലാഹു യാ ഉമ്മീ, എന്റെ ഉമ്മ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിഞ്ഞു തരട്ടെ. പോറ്റുമ്മയായ ഫാത്തിമ ബീവിയെ ആരംഭ റസൂലുള്ളാഹി സംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്, റഹിമകില്ലാഹു യാ ഉമ്മീ, എന്റെ ഉമ്മ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കുന്തി ഉമ്മീ ബഅദ ഉമ്മീ, എന്റെ ഉമ്മാന്റെ ശേഷം, എന്റെ ഉമ്മ വഫാത്തായതിനു ശേഷം തങ്ങൾ നിങ്ങളായിരുന്നു എന്റെ ഉമ്മ. നിങ്ങൾ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തന്നിരുന്നു, എനിക്ക് പുതുവസ്ത്രങ്ങൾ അണിയിപ്പിച്ച് തന്നിരുന്നു. നിങ്ങളാണെങ്കിലോ പുതുവസ്ത്രങ്ങളൊന്നും ഇല്ലാതെ സാധാരണ നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും എനിക്ക് നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചിരുന്നു. നിങ്ങളുടെ ശരീരത്തിന് ഉമ്മ, നിങ്ങൾ നല്ല ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നിങ്ങൾ മാറ്റിവെച്ചിരുന്നു, നിങ്ങൾ വിലങ്ങിയിരുന്നു. അതൊന്നും നിങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല, പകരം അതൊക്കെ എനിക്ക് നൽകിയിരുന്നു. നിങ്ങൾ എന്നെ നന്നായി ഭക്ഷണം നൽകി, എനിക്ക് വിശപ്പ് മാറുന്നത് വരെ, അല്ല വയറ് നിറയുന്നത് വരെ ഭക്ഷണം നൽകിയിരുന്നു. തുരീദീന ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ, ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അല്ലാഹുവിന്റെ വജ്ഹാണ് ഉമ്മ, വദ്ദാറൽ ആഖിറ, പാരത്രിക ജീവിതവുമാണ്, സ്വർഗമാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം നൽകുകയും എനിക്ക് നിങ്ങൾ വസ്ത്രം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണവും നിങ്ങൾക്ക്, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മക്കൾക്കൊന്നും നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിച്ചിരുന്നില്ല, കൊടുത്തിരുന്നില്ല. അതൊക്കെ നിങ്ങൾ എനിക്കായിരുന്നു നൽകിയിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മഹദി ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അവരിങ്ങനെ റസൂലിങ്ങനെ അനുസ്മരിച്ചു പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ജനാസയുടെ ആ തലഭാഗത്ത് ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെ അതെല്ലാം പറഞ്ഞതിന് ശേഷം സുമ്മ അമറ അൻ തുഗസ്സല സലാസ, മഹദിയായ ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹയെ മയ്യത്ത് അവരുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് കൽപ്പിക്കുകയാണ്.
സ്ത്രീകളോട് കൽപ്പിക്കുന്നു. അന്തുഹസ്സല തലാഖ് എന്ന് പറഞ്ഞാൽ 3 വട്ടം. അങ്ങനെയാണല്ലോ മയ്യത്ത് കുളിപ്പിക്കുമ്പോ കഴുകേണ്ടത്. ഓരോ അവയവവും 3 പ്രാവശ്യമാണ് കഴുകേണ്ടത്. ശരീരം മൊത്തം വെള്ളം ഒഴുക്കി കുളിപ്പിക്കേണ്ടത് 3 തവണയാണ്, 3 പ്രാവശ്യമായിട്ടാണ്. അങ്ങനെയാണ് കാമിലായ പരിപൂർണമായ സുന്നത്ത്. അങ്ങനെ ഫലമ്മാ ബലഗൽ മാഉല്ലദീ ഫീഹിൽ കാഫൂറു, കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കൽപൂരം ഒറ്റിച്ച ആ വെള്ളം അത് അവസാനം ശരീരത്തിലൂടെ ഒഴിക്കാൻ പോവുകയാണ്. അങ്ങനെ അവിടേക്ക് എത്തിയപ്പോൾ സകബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ കൽപൂരത്തിന്റെ ആ പാത്രം തുറന്ന് അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ ആ വെള്ളം തന്റെ കൈ കൊണ്ട് അതാ മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ മുകളിൽ, ശരീരത്തിന്റെ ജനാസയുടെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ തന്നെ അത് ചൊരിക്കുന്നു, അത് ഒഴിക്കുന്നു. അത് അങ്ങനെ കുളിപ്പിക്കൽ പൂർത്തിയായി. ഇനി കഫൻ ചെയ്യലാണ്. കഫൻ ചെയ്യാൻ നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത് എന്താണ്? സുമ്മ ഖലഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസഹു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ താൻ ധരിച്ചിരുന്ന തന്റെ നീളക്കുപ്പായം ആ ഖമീസ് ഉണ്ടല്ലോ, അത് തന്റെ ശരീരത്തിൽ നിന്ന് ഊരുകയാണ്. എന്നിട്ടോ മഹദിയായ ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹയാകുന്ന തന്റെ പോറ്റുമ്മയുടെ ശരീരത്തിലേക്ക് ആ വസ്ത്രം അതാ ധരിപ്പിക്കുന്നു. തങ്ങളുടെ തീരുമാനമാണ്. തന്റെ ശരീരം സ്പർശിച്ച ആ വസ്ത്രമായിരിക്കണം തന്റെ പോറ്റുമ്മയുടെ ശരീരം സ്പർശിക്കേണ്ടുന്ന വസ്ത്രം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖമീസ് അതാ ഫാത്തിമത്ത് ബിൻത് അസദ് എന്ന് പറയുന്ന പോറ്റുമ്മക്ക് നൽകുകയാണ്, ധരിപ്പിക്കുകയാണ്. അതിനുശേഷം പിന്നെ സാധാരണ കഫൻ ചെയ്യാറുള്ള മറ്റു വസ്ത്രങ്ങളെ കൊണ്ട് മഹദി അവറുകളെ കഫൻ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കഫൻ ചെയ്യലൊക്കെ പൂർത്തിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ് ഉസാമത്ത് ഇബ്നു സൈദ് വഅബാ അയ്യൂബ് അൽ അൻസാരിയ വഉമർ ഇബ്നു അൽ ഖത്താബ് വഗുലാമൻ അസ്വദ. ഈ 4 പേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. ആരൊക്കെയാണ്? ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചവരിൽപ്പെട്ടവരാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ മറ്റൊരാളെയും, അദ്ദേഹത്തിന്റെ പേര് അനസ് ഇബ്നു മാലിക് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. ഗുലാമൻ അസ്വദ, മറ്റൊരു ചെറുപ്പക്കാരനെയും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് റസൂല് പറയുന്നു യഹ്ഫിറൂന, നിങ്ങൾ ഖബർ കുഴിക്കണം. ഖബർ കുഴിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. ഫഹഫറു ഖബ്റഹാ, അങ്ങനെ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് വേണ്ടി, പോറ്റുമ്മാക്ക് വേണ്ടി ഖബർ അവർ കുഴിക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഖബർ കുഴിക്കാൻ നേരത്തെ തന്നെ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും. അറേബ്യൻ നാട്ടിൽ ഖബർ കുഴിക്കുക എന്നുള്ളത് അത്ര വലിയൊരു പ്രയാസമുള്ളതല്ല. കാരണം മണൽ ഭൂമിയാണ്. അപ്പൊ കൂടുതലും മണലായിരിക്കും. അത് വേഗം പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഈ 4 സ്വഹാബി വര്യന്മാര് ഖബർ കുഴിക്കുന്നു. ഫഹഫറു ഖബ്റഹാ, അവരുടെ ഖബർ കുഴിക്കുന്നു. ഫലമ്മാ ബലഗുൽ ഹദ്ദ, അങ്ങനെ മറവ് ചെയ്യാനുള്ള പരിധിയിൽ അവർ ഖബർ എത്തിച്ചപ്പോ, സാധാരണ ഖബറിന്റെ ആ പരിധി അവരെത്തിച്ചപ്പോ എന്തു ചെയ്തു? ഹഫറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിന്റെ അടിഭാഗത്ത് ഒരൽപ്പം റസൂലുള്ളാഹി തങ്ങളും കുഴിക്കുകയാണ്. തന്റെ കൈ കൊണ്ട് തന്നെ ഖബർ കുഴിക്കുന്നു. വഅഖ്റജ തുറാബഹു ബിയദിഹി, കുഴിച്ച മണ്ണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തന്റെ കൈ കൊണ്ട് ആ മണ്ണിങ്ങനെ കോരിയെടുത്ത് പുറത്തേക്ക് മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല് കുഴിക്കുന്നു, ഖബർ കുഴിക്കുക. എന്നിട്ട് ആ മണ്ണ് ആരംഭ റസൂൽ തന്നെ കൈയോണ്ടെടുത്ത് പുറത്തേക്ക് മാറ്റുക. അങ്ങനെ അതെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ ഫലമ്മാ ഫറഗ, അങ്ങനെ ഖബർ കുഴിച്ച് എല്ലാം സമ്പൂർണമായപ്പോ, കുഴിക്കൽ പൂർത്തിയായപ്പോ, അതിൽ നിന്ന് വിരമിച്ചപ്പോൾ എന്താ ചെയ്യുന്നത്? ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽതജഅ ഫീഹി. സുബ്ഹാനല്ലാഹ്, ആ ഖബറിൽ
ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു ചെയ്തു? ഖബർ എല്ലാം കുഴിച്ചു പൂർത്തിയായപ്പോ അള്ളാഹുവിന്റെ റസൂല് ആ ഖബറിൽ അങ്ങ് കിടന്നു. റസൂലുള്ളാഹി തങ്ങൾ ഒരു ഭാഗം ചെരിഞ്ഞിങ്ങനെ കിടന്നു. സാധാരണ മയ്യത്തിനെ വെക്കാറുള്ളതും ചെരിച്ചുകൊണ്ടാണല്ലോ. അങ്ങനെ ചെരിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിൽ അങ്ങ് കിടക്കുന്നു. മഹദിയായ ഫാത്തിമ ബീവി എന്ന ഫാത്തിമ ബിൻത് അസദ് എന്ന പോറ്റുമ്മാക്ക് വിശ്രമിക്കാനുള്ള ഖബറിടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ആ ഖബറിന്റെ ആ അടിഭാഗത്ത്, ആ മണൽ പ്രദേശത്ത് അടിയിൽ അതാ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം, ആ ശറഫാക്കപ്പെട്ട ശരീരം വെക്കുന്നു. ആരംഭ റസൂൽ ആ ഖബറിൽ ഇങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കുറച്ച് സമയം ആ ഖബറിൽ ഇങ്ങനെ കിടന്നു. എത്ര വലിയ ഒരു സന്തോഷമാണ് റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ കാണിക്കുന്നത്. തനിക്ക് എല്ലാം ചെയ്തു തന്ന തന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബീവിയോടുള്ള കടപ്പാട് ആരംഭ റസൂലുള്ളാഹി വീട്ടുകയാണ്. എന്തിനാണ് ഈ ചെയ്യുന്നത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. ഹദീസ് പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഷാമി തന്റെ സുബുലുൽ ഹുദാ വർ റഷാദിൽ രേഖപ്പെടുത്തി വെച്ചു. മറ്റ് ബഹുമാനപ്പെട്ട ഇമാം ആഫിദ് സയ്യിദ് സുംഹൂദി തന്റെ വഫാഉൽ വഫയിലൊക്കെ നമുക്കിത് പറഞ്ഞത് കാണാൻ കഴിയും. എന്താ? സ്വഹാബികൾ ചോദിച്ചു എന്നാണ്. ഖബറടക്കിയൊക്കെ പൂർത്തിയാക്കി പോരുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, സാധാരണഗതിയിൽ ഞങ്ങൾ കാണാത്ത കുറെ പ്രവർത്തനങ്ങളാണല്ലോ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്, ഞങ്ങൾ കണ്ടത്. എന്തായിരുന്നു അത്? തങ്ങളുടെ കുപ്പായം കൊണ്ട് കഫൻ ചെയ്യുന്നു, തങ്ങൾ അവരുടെ ഖബറിൽ കിടക്കുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നി അൽബസ്തുഹാ ഖമീസി, എന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹക്ക് ഞാൻ എന്റെ ആ വസ്ത്രം നൽകിയത് എന്തിനാണെന്നോ, അത് അവരെ ധരിപ്പിച്ചത് എന്തിനാണെന്നോ, ലിതുൽബസ മിൻ സിയാബിൽ ജന്നാ, എന്റെ വസ്ത്രം എന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബീവിക്ക് ധരിപ്പിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് സ്വർഗീയ വസ്ത്രം ധരിക്കണം. അത് ധരിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഖമീസ് ഊരി എന്റെ പോറ്റുമ്മയെ ധരിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. പിന്നെയോ ഞാൻ എന്തിനാണ് അവരുടെ ഖബറിൽ കിടന്നത്? റസൂലുള്ളാഹി പറയാണ്, വൽതജഅതു ഫീ ഖബരിഹാ, ഞാൻ അവരുടെ ഖബറിൽ ഞാൻ കിടന്നു. എന്തിനാണ്? അല്ലാഹി ഉഖഫിഫ അൻഹാ മിൻ ലഗ്തത്തിൽ ഖബരി, ഏതൊരു ജനാസയും ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ഖബർ അവരെ മയ്യത്തിനെ, ആ ജനാസയെ പിടിച്ച് എടുക്കുമെന്നും പിടിച്ചു കൂട്ടുമെന്നും വാരിയല്ലുകൾ വരെ കോർക്കുമെന്നുമൊക്കെയുള്ള ഹദീസുകൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അതുകൊണ്ട് ആ ലഗ്തത്തുൽ ഖബർ, ഖബറിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്റെ പോറ്റുമ്മയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് അതിൽ ഇളവ് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ ആ ഖബറിൽ കിടന്നത് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് ഹഫ്ദു ഷാമി തന്റെ സുബുലുൽ ഹുദാ വർ റഷാദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട തിരുശരീരം സ്പർശിച്ച ആ മണ്ണ്, ആ ഖബറിൽ പിന്നെ മറ്റൊരാളെ കിടത്തിയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ആ ബറക്കത്ത് കൊണ്ട്, ആ ശരീരം സ്പർശിച്ചതിന്റെ മഹത്വം കൊണ്ട് ഇല്ല ഖബറിലുള്ള അദാബില്ല, അവിടെയുള്ള പ്രയാസങ്ങളില്ല, അവിടെയുള്ള കുടിസുകളില്ല, ലൗത്തത്തുകളില്ല, ഫിത്തനകളില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം, എന്റെ ശരീരം സ്പർശിച്ചിടത്ത് അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ഖബറിൽ ആരംഭ റസൂലുള്ളാഹി കിടക്കുന്നത്. പോറ്റുമ്മയായ ഫാത്തിമ ബീവിക്ക് ഒരു പ്രയാസവും ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്നത് എന്ന് മറ്റ് റിപ്പോർട്ടുകളിൽ കാണാം. നമ്മൾ ഇവിടെ ഉദ്ധരിച്ച തൊബറാനിയുടെ റിപ്പോർട്ടിൽ ഞാൻ ഈ പറഞ്ഞ ഭാഗം ഇല്ല. അത് ഇതിന്റെ വിശദീകരണത്തിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ മഹത്വം പിന്നെയോ എന്തിനാണ് ഏതൊരു ജനാസയും ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ഖബർ
അവരെ മയ്യത്തിനെ ആ ജനാസയെ പിടിച്ച് എടുക്കുമെന്നും പിടിച്ചു കൂട്ടുമെന്നും വാരിയല്ലുകൾ വരെ കോർക്കുമെന്നുമൊക്കെയുള്ള ഹദീസുകൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അതുകൊണ്ട് ആ വഖ്തത്തുൽ ഖബർ, ഖബറിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്റെ പോറ്റുമ്മയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് അതിൽ ഇളവ് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ ആ ഖബറിൽ കിടന്നത് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് ഹഫ്ദു ശാമി തന്റെ സുബുലുൽ ഹുദാ വർ റഷാദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട തിരുശരീരം സ്പർശിച്ച ആ മണ്ണ്, ആ ഖബറിൽ പിന്നെ മറ്റൊരാളെ കിടത്തിയാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ആ ബറക്കത്ത് കൊണ്ട്, ആ ശരീരം സ്പർശിച്ചതിന്റെ മഹത്വം കൊണ്ട് ഇല്ല ഖബറിലുള്ള അദാബില്ല, അവിടെയുള്ള പ്രയാസങ്ങളില്ല, അവിടെയുള്ള കുടിസുകളില്ല, ലൗത്തത്തുകളില്ല, ഫിത്തനകളില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. എന്റെ ശരീരം സ്പർശിച്ചിടത്ത് അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ഖബറിൽ ആരംഭ റസൂലുള്ളാഹി കിടക്കുന്നത്. പോറ്റുമ്മയായ ഫാത്തിമ ബീവിക്ക് ഒരു പ്രയാസവും ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടെ കിടന്നത് എന്ന് മറ്റ് റിപ്പോർട്ടുകളിൽ കാണാം. നമ്മൾ ഇവിടെ ഉദ്ധരിച്ച തൊബറാനിയുടെ റിപ്പോർട്ടിൽ ഞാൻ ഈ പറഞ്ഞ ഭാഗം ഇല്ല. അത് ഇതിന്റെ വിശദീകരണത്തിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് ഖബറിന്റെ അവസാന ഭാഗത്ത് തങ്ങൾ കുഴിക്കുകയും മണ്ണ് സ്വന്തം ശരീരം കൈകൊണ്ട് മാറ്റി എടുക്കുകയും എന്നിട്ട് ആ ഖബറിൽ റസൂലുള്ളാഹി അല്പസമയം കിടക്കുകയും ചെയ്തു. എന്നിട്ട് ആരംഭ റസൂലുള്ളാഹി പിന്നീട് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് പറയുകയാണ്, അല്ലാഹുല്ലദീ യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായ അല്ലാഹുവേ, വഹുവ ഹയ്യുൻ ലാ യമൂത്, അവൻ ഒരിക്കലും മരിക്കുകയില്ല, എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, ഇഗ്ഫിർ ലി ഉമ്മി ഫാത്തിമത ബിൻതി അസദിൻ വലഖിൻഹാ ഹുജ്ജതഹാ. അല്ലാഹുവേ, എന്റെ പോറ്റുമ്മയായ ഫാത്തിമത ബിൻതി അസദ് എന്ന് പറയുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഹദി അവർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. മരണപ്പെട്ടുപോയ മയ്യത്തിന് വേണ്ടി മഗ്ഫിറത്ത് കിട്ടാൻ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലഖിൻഹാ ഹുജ്ജതഹാ. ഖബറിൽ വെച്ച് അവരോട് ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് പറയാനുള്ള പ്രമാണങ്ങളൊക്കെ അവർക്ക് തോന്നിപ്പിക്കണേ, അവരെ മനസ്സിലിട്ട് കൊടുക്കണേ അല്ലാഹ്. വവസ്സിഅ് അലൈഹാ മദ്ഖലഹാ. ഫാത്തിമ ബിൻത് അസദ് എന്ന എന്റെ പോറ്റുമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് വേണ്ടി ദുആ കൊടുക്കുകയാണ്. എന്നിട്ട് റസൂല് പറയുന്നു, അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം, തവസ്സുൽ അവിടെയാണ്. ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് അല്ലാഹ്, എന്റെ ഉമ്മാക്ക്, എന്റെ പോറ്റുമ്മാക്ക് നീ പൊറുക്കണം. അതുപോലെ അവർക്ക് ഖബറിൽ അവരുടെ പ്രമാണങ്ങൾ പറയാൻ കിട്ടണം. അവരുടെ ഖബറിന് വിശാലത നീ നൽകണേ. ബിഹഖ്ഖി നബിയിക, നിന്റെ പ്രവാചകനായ നബിയായ എന്റെ ഹഖ് കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിക്കുകയാണ്, ബിഹഖ്ഖി നബിയിക, നിന്റെ പ്രവാചകനായ എന്റെ ഹഖ് കൊണ്ട് എന്റെ ഉമ്മാക്ക് നീ പൊറുക്കണേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തന്റെ മാതാവിന് വേണ്ടി പൊറത്തു കിട്ടാനും ഖബറിലെ വിശാലതയ്ക്ക് വേണ്ടിയും തന്റെ ഹക്ക് കൊണ്ട്, റസൂലുള്ളാഹിയുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു, ദ്വാരക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന ആളല്ലേ റസൂലുള്ളാഹി എന്ന സംശയം വരും. അത് പരിഹരിച്ചുകൊണ്ട് ഉടനെ റസൂലുള്ള പറയുന്നു, ബിഹഖ്ഖി നബിയിക വൽ അംബിയാഇല്ലദീന മിൻ ഖബ്ലി, വൽ അംബിയാഇല്ലദീന മിൻ ഖബ്ലി. അല്ലാഹ്, എന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരില്ലേ, ആ പ്രവാചകന്മാരുടെ ഹക്ക് കൊണ്ടും ഞാൻ ചോദിക്കുന്നു. എന്റെ പ്രവാചകനായ ഞാനെന്ന പ്രവാചകന്റെ ഹക്ക് കൊണ്ടും, വല്ലംബിയാഇല്ലദീന മിൻ ഖബ്ലി, എന്റെ മുമ്പ് കഴിഞ്ഞുപോയ
പ്രവാചകന്മാരെ കൊണ്ടും ഞാൻ ചോദിക്കുന്നു, അവരുടെ ഹക്ക് കൊണ്ടും ചോദിക്കുന്നു. ഫഇന്നക അർഹമുർ റാഹിമീൻ, നീ കരുണാമയനായ അല്ല കരുണാമയന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓറ്റുമാർക്ക് വേണ്ടി തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടോ സുമ്മ കബ്ബറ അലൈഹ അർബഅൻ, ദുആയൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മേലുന്നു. സുമ്മ, അതെല്ലാം കഴിഞ്ഞ് അദ്ഖലുഹ അൽ ഖബ്റ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അവർ ഖബറിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ആരൊക്കെ? ഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വൽ അബ്ബാസ് വ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും. കണ്ടോ, റസൂലുള്ളാഹി തങ്ങളും റസൂലുള്ളാഹി തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് പേരും കൂടി അതാ ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് ഇറക്കുന്നു. ഇമാം തബറാനി തന്റെ അൽ മുഅ്ജമുൽ ഔസത്തിൽ 189 ഹദീസ് നമ്പറായി, അതുപോലെ മുഅ്ജമുൽ കബീറിൽ 871 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു. ഹഫ്ദുൽ ഹൈസമി തന്റെ മജ്മുഉ സവായിദിൽ 9 വാല്യം 257 പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം സ്പർശിച്ച മണ്ണ്, ആ ഖബർ, അതിന് പ്രത്യേകതയുണ്ട്. ആ ഖബറിൽ പിന്നെ ശിക്ഷയില്ല, ആ ഖബറിൽ പ്രയാസമില്ല, മയ്യത്തിന് ജനാദക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഖമീസ് അത് ധരിപ്പിച്ച ആ പോറ്റുമാക്ക് സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കാൻ അത് മുഖേന കഴിയും, ധരിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മാത്രവുമല്ല ബിഹഖ്ഖി നബിയിക, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാനുള്ള ദുആയിൽപ്പെട്ടതാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, വൽ അംബിയായി, അംബിയാക്കന്മാരുടെ ഹഖ് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു എന്നൊക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദുആയിൽ പറഞ്ഞിരുന്നതാണ് നമ്മൾ ഈ ഹദീസിലൂടെ കാണുന്നത്. ഹഖ് എന്ന പദം വെച്ചുകൊണ്ട് തന്നെ അമ്പിയാക്കൾ ഔലിയാക്കളെ ഹക്ക് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറയല്ലോ. അതത്രേ ഉള്ളൂ. ആ ഹക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവേ നിന്റെ അരികിലുള്ള വലിയ മഹത്തായ സ്ഥാനം എന്ന അർത്ഥത്തിനാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പദപ്രയോഗം പറയുന്നതിന്റെ ഉദ്ദേശാർത്ഥം അതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ തവസ്സുലാക്കുന്നു. റസൂലുള്ളാഹി തങ്ങളും അത് നമുക്ക് കാണിച്ചു തരുന്നു. ബിഹഖ്ഖി നബിയിക വൽ അംബിയാഇ അല്ലദീന മിൻ ഖബ്ലി ഫഇന്നക അർഹമുർ റാഹിമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു. അപ്പോ ഹഖ് എന്ന് ജാഹ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തവസ്സുലാക്കുന്ന പരിപാടി, ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കുന്നത്, വഫാത്തായ അംബിയാക്കളെ കൊണ്ട് തവസ്സുലാക്കുക എന്ന ഈ സുഹൃതം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങൾ നിരാക്ഷേപം ചെയ്തു വരുന്ന ഒരു സുഹൃതമാണ്. ഇത് ശിർക്കല്ല, ഇത് ബിദ്അത്തല്ല, ഇത് അനാചാരമല്ല, ഇത് കുഫറല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവണതയും അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഹദീസിന്റെ സനദുകളെ കുറിച്ചുള്ള ചർച്ചകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അതിൽ പറയുന്ന റൗഹ് ഇബ്നു സലാഹ് എന്ന് പറയുന്ന ഒരു റാവിയെ കുറിച്ച് പണ്ഡിതന്മാരിൽ ചിലരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു ചില പണ്ഡിതന്മാർ, ഇമാം ഇബ്നു ഹിബ്ബാൻ ഉൾപ്പെടെയുള്ള വലിയ ഹദീസ് പണ്ഡിതന്മാർ അദ്ദേഹം യോഗ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ഹദീസ് പണ്ഡിതന്മാർ, ഹാഫിളുകളായ പണ്ഡിതന്മാർ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തും അതുപോലെ തന്നെ വഫാത്തായവരെ കൊണ്ടും തവസ്സുൽ ചെയ്തതിന് രേഖയായി മഹാത്മാക്കളായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹാഫിള് സയ്യിദ് സുംഹൂദിയുടെ വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിന്റെ 3-ാമത്തെ വാല്യം 87-ാമത്തെ പേജിൽ ഈ സംഭവങ്ങൾ തവസ്സുലിന് തെളിവായിട്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിച്ച കാലത്തും വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി തവസ്സുൽ നടത്തിയതിനു തെളിവായി, രേഖയായി, പ്രമാണമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് പണ്ഡിതന്മാർ
അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ റാവികൾ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇതിനെ തള്ളാനൊന്നും കഴിയില്ല. റാവികളിൽ ചില റൗഹ് ഇബ്നു സലാഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഹാനായ ഇമാം ഇബ്നു ഹിബ്ബാൻ ഹദീസ് പണ്ഡിതന്മാരിൽ വലിയ മഹാനാണ്. ആ ഇബ്നു ഹിബ്ബാൻ, അതുപോലെ ഇമാം ഹാക്കിം, അവരൊക്കെ ഇദ്ദേഹം സിഖത്താണെന്നും ഇദ്ദേഹം യോഗ്യനാണെന്നും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലോകം ഈ ഹദീസിനെ തവസ്സുലിനുള്ള തെളിവായി നേരത്തെ തന്നെ പഴയകാലം മുതൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നതും ഇത് തെളിവായി അംഗീകരിക്കുന്നതും എന്ന വസ്തുത കൂടി നാം മനസ്സിലാക്കണം. പണ്ഡിതന്മാർ നിരവധി ആളുകൾ ഈ ഹദീസ് തെളിവായി തവസ്സുലിന് തെളിവായി രേഖപ്പെടുത്തുകയും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തവസ്സുൽ എന്ന് പറയുന്ന സുഹൃതം അത് ഒരിക്കലും തെറ്റല്ല, അതൊരിക്കലും ശിർക്കുമല്ല, ബിദ്അത്തുമല്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുകയും അത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ പരമ്പരാഗതമായി വിശ്വാസികൾ പഠിപ്പിച്ചു തന്നതാണ്. അമ്പിയാക്കന്മാർ നമുക്ക് പകർന്നു നൽകിയതാണ്. അതുപോലെ ശേഷമുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള സുഹൃതമാണ്. അതുകൊണ്ട് ആ തവസ്സുൽ നാം ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യണം. തെറ്റിദ്ധരിച്ചവർ അതിൽ നിന്ന് മാറി മുസ്ലിം പാരമ്പര്യ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഈ ക്ലാസ്സിൽ വെച്ച് നമ്മൾ പ്രത്യേകമായി ദുആക്കാൻ കടമപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മഹത്തായ സ്ഥാപനമായ കൊളത്തൂർ ഇർഷാദിയ 400ഓളം അല്ലെങ്കിൽ അതിലധികം മുതഅല്ലിമുകൾ ഇർഷാദിയയുടെ കീഴിൽ വ്യത്യസ്ത സംരംഭങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 100ഓളം യതീം കുട്ടികൾ സമ്പന്നരുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം തികച്ചും സൗജന്യമായി ഇർഷാദിയയുടെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ 100 കണക്കിന് ഉലമാക്കൾക്ക് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പഠനം നൽകുന്ന കുല്ലിയ ഉസൂലുദ്ദീൻ, ഇങ്ങനെ വിവിധ വൈജ്ഞാനിക സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 5 വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച സ്ഥാപനം ഇപ്പോൾ 5000ഓളം വിദ്യാർത്ഥികൾ അതിന്റെ വ്യത്യസ്ത സംരംഭങ്ങളിലായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ഇനിയും ഉയരങ്ങളിലേക്ക് ഉയർത്തട്ടെ. കൊറോണ കാലയളവ് നമുക്കറിയാം, എല്ലാ അർത്ഥത്തിലും ലോക്ക്ഡൌൺ ആയി കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കുമുള്ള പ്രയാസമാണ്. അള്ളാഹു അതെല്ലാം നമുക്ക് തുറവടിയാക്കി തരട്ടെ. ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയ ഒരു സഹകാരിയായി എപ്പോഴും സ്ഥാപനത്തെ സഹായിക്കുന്ന മാന്യ വ്യക്തിത്വം, പ്രയാസഘട്ടത്തിലും നമ്മളെ കൈവിടാതെ വലിയ ഒരു സഹായം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഒരു മുഹിബാണ് നമ്മുടെ ഇർഷാദിയയുടെ വളരെ വലിയ സഹായമാണ്. ചിറ്റണ്ടയിലെ തൊമ്മൻ വളപ്പിൽ അബ്ദുൽ മജീദ് ഹാജി ഖത്തറിൽ ചെറിയ വലിയ സംരംഭവുമായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തൊമ്മൻ വളപ്പിൽ അബ്ദുൽ മജീദ് ഹാജി ചിറ്റണ്ട 40,000 രൂപ ഇർഷാദിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് കബൂലാക്കട്ടെ. ഈ പ്രയാസഘട്ടത്തിൽ, ഈ വിഷമാവസ്ഥയിൽ 40,000 തരിക എന്ന് പറഞ്ഞാൽ 4 ലക്ഷം നൽകുന്നതിന് സമാനമാണ്. അർഹമുർ-റഹീമായ അല്ലാഹുവേ, ആ സ്വതഖ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ പ്രയാസഘട്ടങ്ങളിലും ഞങ്ങളെ കൈവിടാതെ വലിയ സഹായം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ സഹോദരൻ, പ്രിയപ്പെട്ട അബ്ദുൽ മജീദ് ഹാജിക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ മക്കളിൽ, അവരുടെ ബിസിനസ്സുകളിൽ, അവരുടെ സംരംഭങ്ങളിൽ, അവർക്ക് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർ കൈവച്ചതിലൊക്കെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ഖൈറാത്ത് ബറക്കാത്തുകൾ ചൊരിയണേ അല്ലാഹ്. കൊറോണ ഉൾപ്പെടെയുള്ള എല്ലാ മഹാമാരികളിൽ നിന്നും, വൈറസുകളിൽ നിന്നും, സാംക്രമിക രോഗങ്ങളിൽ നിന്നും അവരെയും കുടുംബങ്ങളെയും, ഞങ്ങളെ എല്ലാവരെയും, ഈ ക്ലാസ്സിലെ പഠിതാക്കളെയും കുടുംബങ്ങളെയും ഞങ്ങളെ രാജ്യങ്ങളെയും നീ കാത്തി രക്ഷിക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും സന്തോഷവും ബറക്കാത്തും ഹൈറാത്തും ചൊരിയണേ അല്ലാഹ്. അവരുടെ മരണപ്പെട്ടുപോയ പിതാവ് ഉൾപ്പെടെ ആ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചിട്ടുണ്ടോ അവരുടെ ഖബറിലേക്ക്, ഹദറത്തിലേക്ക് ആ സ്വതഖയുടെ മിസ്ൽ തവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ
ജീവിതത്തിൽ നീ വലിയ പുരോഗതി നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറിടം നീ സന്തോഷപൂർണ്ണമാക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. അവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും പരിശുദ്ധ റമളാനിൽ നിന്ന് എത്രയോ ആളുകളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുന്നുണ്ട് അല്ലാ. ആ പരിശുദ്ധ റമളാനിൽ നരകത്തിൽ നിന്ന് മോചിതരാക്കുന്ന കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും കുടുംബങ്ങളെയും വേണ്ടപ്പെട്ടവരെയും ദുആ ചെയ്യാൻ പറഞ്ഞവരെയും ഞങ്ങളെ ഉസ്താദുമാർ, ശിഷ്യഗണങ്ങൾ, വേണ്ടപ്പെട്ടവർ, മുഹിബ്ബീങ്ങൾ എല്ലാവരെയും സഹകാരികളെയും സഹായികളെയും വിശിഷ്യ ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.